ആരോഗ്യ പരിപാലനം നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. എന്നാൽ നമ്മുടെ ആരോഗ്യം എങ്ങനെ ശ്രദ്ധിക്കണം, ഏത് നിലയിലെല്ലാം നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് നാം അജ്ഞരാണ്. കുറേ ആളുകൾ ജിമ്മിൽ പോകുന്നു, കുറേ ആളുകൾ എക്സസൈസ് ചെയ്യുന്നു, കുറേ ആളുകൾ യോഗ ചെയ്യുന്നു. ഇങ്ങനെ പലതും ചെയ്തുകൊണ്ട് ആരോഗ്യത്തെ നിലനിർത്താൻ ശ്രദ്ധിക്കുന്നു. എന്നാൽ എന്താണ് ശരീരം, ശരീരത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ മിക്ക ആളുകളും അജ്ഞരാണ്. ശരീരത്തിൻ്റെ അടിസ്ഥാന നിലനിൽപ്പ് പഞ്ചഭൂതങ്ങളിലാണ്. ഇതിനെ സന്തുലിതമാക്കി കൊണ്ടുപോകുന്നതിലാണ് ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെ വിജയം കിടക്കുന്നത്. അപ്പോൾ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരീരത്തിന് വേണ്ടത് അതിനെ പ്രവർത്തിക്കാനുള്ള ഊർജം തന്നെയാണ്. ഈ ഊർജം സന്തുലിതമായി ശരീരത്തിൽ നിലനിൽക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ശരീരത്തിൻ്റെ ഭാഷ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരീരത്തിൻ്റെ ഭാഷ എന്തൊക്കെയാണ്? ശരീരത്തിന് ഊർജം കുറവായ സമയത്ത് അത് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, വിശപ്പ് തന്നെയാണ്. വിശക്കുമ്പോൾ മാത്രം നാം ഭക്ഷണം കഴിക്കുക, ദാഹിക്കുമ്പോൾ മാത്രം നാം വെള്ളം കുടിക്കുക, രാത്രി നേരത്തെ ഉറങ്ങുക, ക്ഷീണിതനാകുമ്പോൾ വിശ്രമിക്കുക എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ശരീരം അതിൻ്റെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ശരീരം നിലനിൽക്കാൻ, ആരോഗ്യത്തോടെ നിലനിൽക്കാൻ നാം ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ: ഒന്ന്, വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. 2, ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക. 3, ക്ഷീണിതനാകുമ്പോൾ വിശ്രമിക്കുക. 4, രാത്രി നേരത്തെ ഉറങ്ങുക. വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ദഹന വ്യവസ്ഥ ശക്തി പ്രാപിക്കുകയും ആന്തരികാവയവങ്ങൾ കൂടുതൽ ശക്തമാവുകയും ചെയ്യുന്നു. ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ജലാംശം അതിൻ്റെ മികവുറ്റ രീതിയിൽ നിലനിൽക്കുന്നു. ക്ഷീണിതനാകുമ്പോൾ വിശ്രമിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തന ഊർജവും പ്രതിരോധ ഊർജവും ദഹന ഊർജവും സന്തുലിതമാവുന്നു. രാത്രി നേരത്തെ ഉറങ്ങുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം കൈവരിക്കുകയും കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ആരോഗ്യം നമുക്ക് മികവുറ്റ രീതിയിൽ മുന്നോട്ട് പോകാനും അതുപോലെ രോഗങ്ങളിൽ നിന്ന് മുക്തമാക്കാനും കഴിയുന്നതാണ്. ഇനി ശരീരത്തിൽ വരുന്ന രോഗങ്ങൾക്കുള്ള അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് രോഗങ്ങൾ? എന്താണ് ശരീരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ? അതെ, തീർച്ചയായും മാലിന്യങ്ങളുടെ അടിഞ്ഞുകൂടൽ തന്നെയാണ് ശരീരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണം. നമ്മുടെ ആന്തരികാവയവങ്ങളിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ അത് ബാഹ്യാവയവങ്ങളിലും റിഫ്ലക്റ്റ് ചെയ്യുന്നു. ആന്തരികാവയവങ്ങളിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാനുള്ള കാരണം എന്തൊക്കെയാണ്? ഒന്ന്, വിശക്കുമ്പോൾ നാം ഭക്ഷണം കഴിക്കാതിരിക്കലും വിശക്കാതെ ഭക്ഷണം കഴിക്കലും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാൻ കാരണമാകുന്നു. അതുപോലെ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാതിരിക്കുകയും ദാഹിക്കാതെ വെറുതെ ധാരാളം വെള്ളം കുടിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുന്നുണ്ട്. അതേപോലെ ക്ഷീണിതനാവുമ്പോൾ വിശ്രമിക്കാതിരിക്കലും കൂടുതൽ ഉറങ്ങലും എല്ലാം ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാൻ കാരണമാകുന്നുണ്ട്. അതുപോലെ രാത്രി നേരത്തെ ഉറങ്ങാതിരിക്കലും ഉറക്കമൊഴിച്ച് പ്രവൃത്തിയിലേക്ക് മുഴുകുമ്പോൾ ശരീരത്തിലെ ആന്തരികാവയവങ്ങളുടെ എനർജി കമ്മിയായി വരുന്നുണ്ട്. ഇതും രോഗങ്ങൾക്ക് കാരണം തന്നെയാണ്. ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ പല രൂപത്തിലും ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്യാസിൻ്റെ രൂപത്തിൽ, എയറിൻ്റെ രൂപത്തിൽ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ വാട്ടറിൻ്റെ രൂപത്തിൽ വെള്ളം നീർക്കെട്ടുകളായി, കഫക്കെട്ടുകളായി നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നുണ്ട്. അതുപോലെ വുഡിൻ്റെ രൂപത്തിൽ കട്ടിയുള്ള മുഴകളും മറ്റുമായി നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു. അതേപോലെ തന്നെ ഫയറിൻ്റെ രൂപത്തിലും അടിഞ്ഞുകൂടുന്നുണ്ട്. വേദനകളും അതുപോലെ ചൂടുമൊക്കെ ഈ രൂപത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ കാരണം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അക്യുപഞ്ചറിൽ പ്രതിപാദിക്കുന്നത് നമ്മുടെ 5 എലമെൻറ്റിൻ്റെ എനർജിയെ ക്രമീകരിക്കലാണ്. ഇങ്ങനെ ക്രമീകരിക്കുന്നതിലൂടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ഏത് മാലിന്യങ്ങളും നിഷ്പ്രയാസം എലിമിനേറ്റ് ചെയ്യാവുന്നതും ആ ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് മുക്തമാക്കാനും സാധിക്കുന്നതാണ്.